എന്താണ് ഈ സുമതി വളവിന്റെ പ്രത്യേകത, എന്താണ് ഈ സുമതി വളവ് എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. സുമതി വളവിനെ പറ്റിയുള്ള കഥ എന്താണ്? തിരുവനന്തപുരം ജില്ലയിലെ പാലോട് മൈലമൂട് എന്ന് പറയുന്ന ഒരു മലയോര പാതയിലെ ഒരു എസ് വളവാണ് സുമതി വളവ് എന്നറിയപ്പെടുന്നത്. ഈ വളവിനെ പറ്റി ഒരുപാട് കഥകളാണ് ദിനം പ്രതി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഈ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ആളുകൾക്ക് പേടിയാണ്. ഇവിടെ വെച്ച് സുമതി എന്ന യുവതി കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. സുമതിയുടെ പ്രേതം രാത്രികാലങ്ങളിൽ ഈ എസ് വളവിൽ നിൽക്കുകയും ആളുകളെ പേടിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സുമതി വളവ് എന്നറിയപ്പെടുന്ന ഈ എസ് വളവ് ഒരു കയറ്റവും ഒരു വളവും വീണ്ടും ഒരു കയറ്റവും ഒരു വളവും എന്ന രീതിയിലാണ്. ഇതിലെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ വാഹനങ്ങളുടെ എഞ്ചിൻ ഓഫ് ആവുകയും ബൈക്ക് യാത്രകൾ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് 6-ാം നടന്നിട്ടില്ല. ഗംഗാധരനെ കണ്ടപ്പെടുന്നത് മധുരത്തിരുവാരിക്ക് വിളിച്ചോണ്ട് പോയതാണ് പറയുന്നത്. മധുരത്തിരുവാരിക്ക് അവളെ വിളിച്ചോണ്ട് വന്ന് അവൾ ഗർഭിണിയായിരുന്നെന്ന് പറയുന്നത്. അത് വന്നിട്ട് കൊണ്ടുവന്നിട്ട് അത്ര തന്നെ. പിന്നെ ഈ വളവിന് എന്താ ഇത്രയും വലിയ പ്രത്യേകതയും? പിന്നെ രാത്രികാലങ്ങളിൽ ആള് ഇവിടെ ഉള്ളവരൊക്കെ ഒരു സുമതി വളവിലായതുകൊണ്ട് ആളുകൾ ഒരു പീഡനത്തിനൊക്കെ നിൽക്കും. ഉടുപ്പൊക്കെ എടുത്തിട്ട് പാവടയൊക്കെ എടുത്തിട്ട് നടക്കാം. ഇതിന്റെ മറവിലുള്ള അത്രേ ഉള്ളൂ. അല്ലാതെ ഈ സുമതി ഭേദമായിട്ട് ഒന്ന് പോയേ ഒരു ദിവസം ഞാൻ ഇവിടെ സെറ്റുള്ളപ്പോ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. എനിക്കൊരു കുഴപ്പം വന്നിട്ടുണ്ട്. ഇവിടെ അന്ന് ഇവിടെ ഞാൻ സിനിമ പറ്റിയൊക്കെ എടുക്കാൻ പോയിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഷെട്ട് ഉണ്ടായിരുന്നു, അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. രാത്രി 5 മണിക്കാണ്. ഈ വണ്ടികളൊക്കെ പോകുന്ന നിൽക്കുമെന്നൊക്കെ പറയാം. അതൊക്കെ ഒന്നുമില്ല. ഈ സുമതിയുടെ പ്രേതം എന്ന് പറഞ്ഞ ആൾക്കാരെ പേടിപ്പിച്ച് പോലെ പിടിച്ചു പറിക്കാനുള്ള പരിപാടി അല്ല വേറെ. ഈ ഭാഗങ്ങളിൽ ഒരു സൈഡ് പൊക്കവരെയും കിടക്കും, മറ്റേ ഇതുമാണ്. അവിടെ ജനവാസം ഇല്ല. മൈലമൂട് കഴിഞ്ഞാൽ പിന്നെ ജനവാസം ഇല്ല. അപ്പൊ ഈ സുമതി മരിച്ചുപോയത് മരിച്ചു. ഈ കുടുംബക്കാരെല്ലാം നമുക്ക് ഉണ്ടോ അറിയാമോ? ഒരു പിടിയില്ല, എനിക്ക് അറിഞ്ഞൂടല്ല. ഈ പിന്നെ ഇവരെ ശിക്ഷിച്ചെന്നൊക്കെ പറഞ്ഞ സംഭവം ശരിയാണോ? പറയുന്നുണ്ട് പരവളിലൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ പിന്നെ ഗംഗാധരൻ എന്ന് പറഞ്ഞ ഗംഗാധരൻ പറയുന്നത് ആണോ? രണ്ടുപേരല്ലോ ഇതിനകത്ത് ഗംഗാധരനെ അവരെ പിടിച്ചത് 6-ാം നടത്തിനുള്ളതാണ് ഒരു കരഞ്ഞാണ് പറയുന്നത്. ഈ പിന്നെ ഈ സുമതിയെ സ്നേഹിച്ചിരുന്ന ആളാരാ? അതെനിക്ക് അറിയാം. അപ്പൊ ഈ ഗംഗാധരൻ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു. രണ്ടുപേരും ചേർന്നാണ് സുമതിയെ കൊലപ്പെടുത്തിയെന്നാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. എന്തുപോലെ നിങ്ങൾക്ക് ഇത് ഒരു പ്രത്യേകത ഒന്നുമില്ല ഈ പ്രദേശത്ത് അല്ലേ? ഞാൻ എത്ര പാതിരാത്രി ഇതിലേ പോകും, ഒരു കുഴപ്പം. സുമതിയും വന്നിട്ടില്ല, വന്നിട്ടില്ല. ഞാൻ കണ്ടിട്ടുമില്ല. അപ്പൊ ഈ രാത്രി കാലങ്ങളിൽ ചില പറഞ്ഞ നൈറ്റ് ഒക്കെ എടുത്തിട്ട് ചിലപ്പം ആൾക്കാര് വെള്ള നൈറ്റ് ഒക്കെ എടുത്തിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഈ കാലത്തുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഒരുത്തനെ ഓടിച്ചിട്ട് പിടിക്കും കാണായിരുന്നു. ഓടിച്ചിട്ട് പിടിച്ചു അങ്ങനെ അടിയൊക്കെ കൊടുത്ത് പോലീസ്. അതല്ലേ? അല്ലാതെ രാത്രി അർദ്ധരാത്രി ആകുമ്പോ സുമതിന്റെ കരച്ചില് നിലവിളി കേൾക്കാൻ ഭയങ്കര ചുമ്മാ എല്ലാം ആണല്ലയോ? ഈ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പിന്നെ ബൈക്കിൽ പോകണേ എടുത്തെറിയുക, പിന്നെ വണ്ടി കയറ്റത്തിൽ നിന്നുമ്പോ നിന്ന് പോവുക, നിലവിളി കേൾക്കുക, ഇതൊക്കെ പറയുന്നതെല്ലാം പിന്നില് വേറുള്ള ആൾക്കാരാണ്. വണ്ടിയും കൊണ്ട് വണ്ടി എന്താണെന്ന് നിൽക്കൂലല്ലേ. അപ്പൊ എന്തായാലും ഈ പ്രദേശം വളരെ എന്തോ പ്രസിദ്ധമായിക്കൊണ്ട് ഇപ്പൊ എനിക്കൊന്ന് സിനിമയൊക്കെ എടുക്കാൻ പോകുന്നു പറയുന്നത് സുമതി വളവിനെ കുറിച്ചുള്ള. ആരാണ് ഈ സുമതി എന്നറിയപ്പെടുന്ന സ്ത്രീ? 22 വയസ്സുള്ള ഒരു ദരിദ്ര ദളിത് കുടുംബത്തിൽ ജനിച്ച ഒരാളായിരുന്നു സുമതി. സുമതിയുടെ അമ്മ ഒരു അരിക്കച്ചവടക്കാരിയായിരുന്നു. വളരെ ദരിദ്രമായ അവസ്ഥയിൽ അരിവിറ്റാണ് സുമതിയെ അമ്മ വളർത്തി വലുതാക്കിയത്. തന്റെ വീട്ടിനടുത്തുള്ള പ്രമാണിയായ നാണു മുതലാളിയുടെ വീട്ടിൽ സുമതി എന്നും ജോലിക്ക് പോകുമായിരുന്നു. ഇങ്ങനെ പോയി വരുന്ന സമയത്താണ് നാണു മുതലാളിയുടെ മകനായ രത്നാകരൻ സുമതിയോടൊരു ഇഷ്ടം തോന്നുന്നത്. സുമതിയെ കല്യാണം കഴിച്ചു കൊള്ളാമെന്ന് രത്നാകരൻ സുമതിക്ക് വാക്കു കൊടുക്കുകയും ചെയ്തു. ഇതിനിടയിൽ സുമതി ഗർഭിണിയായി. ഒരു ദളിത് കുടുംബത്തിൽ ജനിച്ച സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ പറ്റുകയില്ല എന്ന് സുമതിയോട് ഇയാൾ വെളിപ്പെടുത്തുന്നു.
അപമാനവും സങ്കടവും സഹിക്കാൻ വയ്യാതെ തന്നെ വിവാഹം കഴിക്കണമെന്ന് രത്നാകരനോട് യാചിച്ചെങ്കിലും അയാൾ വിവാഹം ചെയ്യുവാൻ തയ്യാറായില്ല. തുടർന്ന് സുമതി നാട്ടുകാരോട് ഈ വിവരങ്ങളെല്ലാം വെളിപ്പെടുത്തുകയാണ്. ഈ പ്രശ്നത്തിൽ നാടും നാട്ടുകാരും നാണമുതലാളിയെയും മകനെയും ഒറ്റപ്പെടുത്തി. നാട്ടിലാകെ അപമാനിക്കപ്പെട്ടു. അതിനുശേഷം ഒരു ദിവസം രാത്രിയിൽ രത്നാകരൻ സുമതിയുടെ വീട്ടിലെത്തുകയും വീണ്ടും സുമതിക്ക് വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തു. ഇവിടെ നിന്നും ഒളിച്ചോടി തമിഴ്നാട്ടിൽ പോയി സുഖമായി വിവാഹം കഴിച്ച് ജീവിക്കാമെന്നും സുമതിയോട് ഇയാൾ പറയുകയാണ്. രത്നാകരനെ വിശ്വസിച്ച സുമതി ഇയാളോടൊപ്പം നാടുവിടുന്നു. പാങ്ങോട് ദേവീക്ഷേത്രത്തിലെ ഉത്സവം കണ്ടതിനു ശേഷം തമിഴ്നാട്ടിലേക്ക് പോകാമെന്ന് ഇരുവരും തീരുമാനിച്ചു. ഉത്സവം കണ്ടതിനു ശേഷം രത്നാകരന്റെ അംബാസഡർ കാറിൽ സുമതിയെയും കയറ്റി യാത്ര പുറപ്പെട്ടു. വഴിയിൽ വെച്ച് രത്നാകരന്റെ സുഹൃത്തായ രവീന്ദ്രനും കൂടി കാറിനകത്തേക്ക് കയറുകയാണ്. തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ ഉടൻ തന്നെ അവിടെ നിങ്ങൾക്ക് സുഖമായി ജീവിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടെന്നും രവീന്ദ്രൻ ഇരുവരോടും പറയുന്നു. കാർ മുന്നോട്ട് പോകുമ്പോൾ പാലോട് ഭാഗത്തേക്ക് തിരിഞ്ഞു. ഇതുവഴി എന്തിനാണ് പോകുന്നതെന്ന് സുമതി ചോദിക്കുകയും തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിലേക്ക് പോകുവാനുള്ള എളുപ്പ വഴിയാണിതെന്ന് സുമതിയോട് പറയുകയും ചെയ്തു. തുടർന്ന് കാർ കാട് മൂടിയ സ്ഥലങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതിനിടയിൽ മുൻ സീറ്റിലിരുന്ന രവീന്ദ്രൻ രത്നാകരനോട് എന്തൊക്കെയോ രഹസ്യമായി പറയുന്നതായി സുമതി കേട്ടു. കാര്യങ്ങളിൽ എന്തൊക്കെയോ പന്തികളുണ്ടെന്ന് സുമതിക്ക് മനസ്സിലായി. തന്നെ കൊല്ലുവാനായി കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലാക്കിയ സുമതി കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി. അതിനിടയിൽ ദേഹമാസകലയം പരിക്ക് പറ്റിയെങ്കിലും സുമതി എഴുന്നേറ്റ് ഓടുകയായിരുന്നു. ഓടുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ രവീന്ദ്രനും രത്നാകരനും കൂടി ആയുധങ്ങളുമായി തന്നെ കൊല്ലുവാനായി ഓടി വരുന്നതാണ് സുമതി കണ്ടത്. ഓട്ടത്തിനിടയിൽ ഒരു എസ് വളവിന് സമീപം വെച്ച് ഇവർ സുമതിയെ പിടികൂടുകയാണ്. വള്ളികൾ കൊണ്ട് കൈകാലുകൾ ബന്ധിച്ചതിനു ശേഷം കഴുത്താറുത്തു കൊലപ്പെടുത്തി. തന്നെ കൊല്ലുന്നതിനിടെയും തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും കൊല്ലരുതെന്ന് അവൾ കേണപേക്ഷിച്ചു. എന്നാൽ ക്രൂരന്മാരായ അവർ സുമതിയെ കൊല്ലുക തന്നെ ചെയ്തു. അതിനുശേഷം സുമതിയെ പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വനത്തിൽ ഈറ്റ ശേഖരിക്കുവാൻ വന്ന ആദിവാസികളാണ് സുമതിയുടെ മൃതദേഹം കാണുന്നത്. തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങി. അന്വേഷണത്തിനൊടുവിൽ 6 മാസത്തിനിടയിൽ രവീന്ദ്രനും രത്നാകരനും പിടിയിലാവുകയാണ്. ഇരുവരും 15 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടു. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇരുവരും സാധാരണ ആളുകളെ പോലെ തുടർന്ന് ജീവിക്കുകയും മരണപ്പെട്ടു പോവുകയും ചെയ്തു. ഈ എസ് വളവിൽ വെള്ള വസ്ത്രം ധരിച്ച് സ്ത്രീ രൂപത്തിലുള്ള ഒരാൾ രാത്രികാലങ്ങളിൽ നിൽക്കുന്നതായി ആളുകൾ പിന്നീട് പറഞ്ഞു തുടങ്ങി. ഏറ്റവും കയറി വരുന്ന വാഹനങ്ങൾ ഓഫായി പോകുന്നതും പതിവായിരുന്നു എന്നും ബൈക്ക് യാത്രക്കാർ മറിഞ്ഞു വീഴുന്നതായും കഥകൾ പ്രചരിച്ചു. എന്നാൽ കയറ്റവും വളവും കൂടി ഇടവേർന്ന റോഡായതിനാൽ ശരിയായ ഗിയറിലല്ല വാഹനം കയറി വരുന്നതെങ്കിൽ വാഹനം ഓഫാകുന്നത് സാധാരണമാണെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. സുമതി വളവിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ചില സാമൂഹ്യ വിരുദ്ധന്മാരാണ് വെള്ള വസ്ത്രങ്ങളും മറ്റുമൊക്കെ ധരിച്ച് രാത്രികാലങ്ങളിൽ ആളുകളെ ഭയപ്പെടുത്തുവാനും പിടിച്ചു പറിക്കാനും ഒക്കെ ഇവിടെ കൂടുന്നതെന്നാണ് പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെയുള്ള പ്രേതകഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ സാമൂഹ്യ വിരുദ്ധന്മാർക്ക് അതൊരു താവളമാക്കി മാറ്റുവാൻ കഴിയും എന്നാണ് ആളുകളുടെ അഭിപ്രായം. സുമതിയുടെ കഥ യാഥാർത്ഥ്യമാണ്. സുമതി വളവെന്നാണ് എസ് വളവ് അറിയപ്പെടുന്നതും. എന്നാൽ പ്രേതവും പിടിച്ചുപറിയും വാഹനങ്ങളുടെ എഞ്ചിൻ ഓഫാകുന്നതും യാഥാർത്ഥ്യമല്ല, പച്ചക്കള്ളമാണ്. എങ്കിലും സുമതിയുടെ കഥ അപ്രപാടുകളിലേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്ക് അവസാനമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, ട്രൂത്ത് വിഷൻ ന്യൂസ്.